ഡോക്ടർ CJ അലക്സ്. ആഗോള നഗരങ്ങളുടെ സംഘടനയായ ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ലോക്കൽ എൻവയോൺമെന്റൽ ഇനിഷ്യേറ്റീവ്സ് ദക്ഷിണേഷ്യൻ പ്രവിശ്യയിൽ ബയോഡൈവേഴ്സിറ്റി വിഭാഗത്തിൽ ഡെപ്യൂട്ടി മാനേജർ. 23 ഗവേഷണ ശാസ്ത്ര ലേഖനങ്ങളും നിരവധി ജനപ്രിയ ശാസ്ത്രലേഖനങ്ങളും പഠന റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വനങ്ങളിലൂടെ ഒരു അറിവ് യാത്ര എന്ന ആദ്യ പുസ്തകത്തിന് അബുദാബി ശക്തി അവാർഡ് നേടി. കുസാറ്റിൽ നിന്ന് കേരള വനഗവേഷണ സ്ഥാപനത്തിൽ നടത്തിയ ലാൻഡ്സ്കേപ്പ് ഇക്കോളജി ഗവേഷണത്തിന് ഡോക്ടറേറ്റ് നേടിയ അലക്സിന് MG യൂണിവേഴ്സിറ്റി, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള കാർഷിക സർവകലാശാല എന്നീ സ്ഥാപനങ്ങളിലും നിരവധി ഗവൺമെന്റ് പ്രൊജക്ടുകളിലും 13 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടിയുണ്ട്. TMG തോട്ട് ലാബിൽ ഡോക്ടർ CJ അലക്സ്. പ്രവചനം കൃത്യമാകണമെങ്കിൽ എന്താണ് നിലവിലെ ഡ്രൈനേജ് പാറ്റേണിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടണം. 15 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ മാത്രമേ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളൂ. കാട്ടുതീ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ, അതുപോലെ നമ്മളുടെ അധിനിവേശ സസ്യങ്ങൾ ധാരാളം വന്നിട്ട് മരങ്ങൾ ഒഴിവ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ, കാടിൻ്റെ ഉള്ളിൽ, ഈ പറയുന്ന രണ്ട് സംഭവം ഉണ്ടാകുന്നത് കാടുകളുടെ ഉള്ളിലാണ്. അത്തരം സ്ഥലങ്ങളിലും നമ്മൾ കൂടുതൽ ഉരുൾപൊട്ടൽ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഒരു വില്ലേജിൽ 5-6 പോയിൻ്റ് എടുത്തിട്ട് അവിടുത്തെ മണ്ണിൻ്റെ ആഴം കാൽക്കുലേറ്റ് ചെയ്തിട്ട് മൊത്തം കേരളത്തിൻ്റെ നമ്മളതിനെ ഇൻ്റർപോളേറ്റ് ചെയ്യാന്ന് പറയാം. ആ ഇൻ്റർപോളേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാപ്പാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എത്ര ആൾക്കാർ ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് ഒരു ഡാറ്റയും ഇല്ല. KSEBയുടെ ബില്ല് കൊടുക്കുന്ന ഇത് വെച്ചിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തത്. ആ പ്രദേശത്ത് വാർണിംഗ് സിസ്റ്റംസ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. കേരളത്തിന് അത് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കഴിയുമെന്നല്ല, നമ്മളത് ചെയ്യേണ്ടതായിട്ട് വരും. വെൽക്കം ടു TMG തോട്ട് ലാബ്. അലക്സ് ഒരു ലാൻഡ്സ്കേപ്പ് എക്കോളജിസ്റ്റ് ആണ്. സ്പെഷ്യലി ഫ്രാഗ്മെന്റഡ് ലാൻഡ്സ്കേപ്പിലാണ് പഠനങ്ങൾ നടത്തിയിരിക്കുന്നത്. അലക്സിന്റെ PhD കവായി റിവറിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പഠനങ്ങൾ എങ്ങനെയാണ് പരിസ്ഥിതി കേന്ദ്രിതമായത്? അതായത് അതൊരു പ്രത്യേക താല്പര്യം കൊണ്ട് ചെയ്തതാണോ അതോ സ്വാഭാവികമായി സംഭവിച്ചതാണോ? ഞാൻ ജനിച്ചതും വളർന്നതും തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഷിക പ്രദേശത്തിൻ്റെ മലയോര പ്രദേശമായിട്ടുള്ള കൂട്ടാല എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്താണ്. ഇവിടെ ചെറുപ്പം മുതലേ ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഒരു കാർഷിക ഫാമിലിയാണ്. എൻ്റെ കുട്ടിക്കാലത്തിലെ കുറേ സമയം തന്നെ നമ്മൾ വെക്കേഷനൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് മൊത്തം ഞങ്ങൾക്ക് കശുമാവിൻ തോട്ടമാണ്. കശുമാവിൻ തോട്ടത്തിലാണ് എൻ്റെ കുട്ടിക്കാലം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പ്രകൃതിയായിട്ടുള്ളൊരു ബന്ധം വരുന്നു. 10ാം ക്ലാസ്സിൽ ആവുന്നൊരു സമയത്ത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യമായിട്ട് അവർ ഒരു ജൈവവൈവിധ്യ രജിസ്റ്റർ ഉണ്ടാക്കുന്നത് പാണഞ്ചേരി പഞ്ചായത്തിൻ്റെയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് 10ാം ക്ലാസ്സിലാണെങ്കിൽ പോലും എനിക്ക് അവരായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കാനും അതിൻ്റെ ക്യാമ്പുകളിൽ അറ്റൻഡ് ചെയ്യാനും ക്ലാസ്സുകളിൽ പങ്കെടുക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. KFRയിലെ തന്നെ ഏറ്റവും പ്രമുഖ ശാസ്ത്രജ്ഞരായിട്ടുള്ള ഡോക്ടർ ഈസ, ഡോക്ടർ മോഹൻ ദാസ് തുടങ്ങിയിട്ടുള്ളവരൊക്കെ തന്നെ അന്നു മുതലേ അവരായിട്ടൊക്കെ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനും വലിയ കാടുകളിലേക്ക് യാത്ര പോകാനുമൊക്കെ സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഞാൻ. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലായിട്ടും പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ചിന്തകളിലേക്ക് വരുന്നതും പരിസ്ഥിതി പഠനത്തിലേക്ക് കൂടുതൽ താല്പര്യം വരുന്നതും. അതിനുശേഷം +2 സമയമാവുന്നൊരു സമയത്ത് ഞങ്ങളുടെ പ്രദേശത്ത് ഒരു വലിയൊരു കോറിയല്ല മെറ്റൽ ക്രഷർ വരാനായിട്ട് പോവാണ്. ഞങ്ങളുടെ നാട്ടിൽ ധാരാളം കോറികളുള്ള ഒരു പ്രദേശം തന്നെയാണ്. ചെറിയ ചെറിയ കോറികളാണ് അന്ന് കാലത്തുണ്ടായിരുന്നത്. നാട്ടിലെ കുറേ അധികം ആൾക്കാരുടെ ജോലി എന്ന് പറയുന്നത് മെറ്റൽ ഉടയ്ക്കാണ്. നമുക്കൊരു പക്ഷേ അറിയാൻ പറ്റുമായിരിക്കും, പണ്ട് നമ്മൾ മെറ്റൽ ഉണ്ടാക്കുന്നത് ഇന്നത്തെ പോലെ ക്രഷർ ഉപയോഗിച്ചിട്ടല്ല, അവർ ചുറ്റി കൊണ്ട് അടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഉണ്ടാക്കലാണ്. അപ്പോൾ അങ്ങനെ ധാരാളം പേരുള്ള ആൾക്കാർ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഈ എല്ലാ കോറികളും കൂടിയിട്ട് ഒരു വലിയ ഒരു മാഫിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അദ്ദേഹം കൈക്കലാക്കുകയും വലിയൊരു മെറ്റൽ ക്രഷർ വരാനായിട്ട് വരികയും ചെയ്യുകയാണ്. നാട്ടിൽ ഈ പറയുന്ന എല്ലാവരുടെയും തൊഴിൽ നഷ്ടപ്പെടുന്നു. ഞങ്ങൾക്ക് പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നാട് മൊത്തം ഈ ഒരു മെറ്റൽ ക്രഷറിനെതിരെ ഒരു സമരരംഗത്തേക്ക് പോവുകയാണ്. ആ ഒരു സമരം വിജയിച്ചൊന്നുമില്ല. എല്ലാ പരിസ്ഥിതി സമരങ്ങളെ പോലെ തന്നെ അതും പരാജയമായി. എങ്കിലും ആ ഒരു സമരവുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതും പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെടാനും പരിസ്ഥിതി കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും ഇടവന്നിട്ടുണ്ട്. പിന്നീട് എൻ്റെ ഡിഗ്രി പഠനം BSc ബോട്ടണിയിലായിരുന്നു, സസ്യശാസ്ത്രമായിരുന്നു. അതിനുശേഷം MScക്ക് ഞാൻ എടുത്തത് എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റാണ്. അതിനുശേഷം പിന്നീട് GIS റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രശാഖയിലേക്ക് നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു അവസരം MSc പ്രോജക്റ്റോടുകൂടി ഉണ്ടാകുന്നു. ഇതെല്ലാം കൂടി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു മേഖലയായിട്ടാണ്
പിന്നീട് ലാൻഡ്സ്കേപ്പ് എക്കോളജിയിൽ ഗവേഷണം തുടരാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് ലാൻഡ്സ്കേപ്പ് എക്കോളജി ആയിട്ടുള്ള ബന്ധം വരുന്നത്. ഇപ്പോൾ ഈയിടെയായിട്ടുണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡും നമ്മുടെ മറ്റ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ലാൻഡ്സ്കേപ്പ് എക്കോളജി എന്ന് പറയുന്ന പഠനശാഖ എന്തുമാത്രം റെലവൻ്റ് ആണ്, എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നൊന്ന് പറയാമോ? വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് വിശദീകരിക്കുകയാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് എക്കോളജി ഇന്ന് കൂടുതലായിട്ടും GIS റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാങ്കേതികതയുടെ സഹായത്തോടും അതുപോലെ തന്നെ ജൈവവൈവിധ്യ പഠനങ്ങളുടെ തുടങ്ങിയിട്ടുള്ള ഫീൽഡ് വർക്കിൻ്റെ സഹായത്തോടും കൂടി നിൽക്കുന്ന ഒരു ശാസ്ത്രശാഖയായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഭൂവിനിയോഗം ജീവികളിലും അതല്ലെങ്കിൽ ആ ഒരു പ്രത്യേക പ്രദേശത്തിന് ഉണ്ടാക്കുന്ന ഭൂവിനിയോഗത്തിൽ വരുന്ന മാറ്റങ്ങൾ, ആ പ്രദേശത്തിന് ഉണ്ടാക്കുന്ന ചേഞ്ചും, ആ ഒരു ചേഞ്ച് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ലാൻഡ്സ്കേപ്പ് എക്കോളജി ഒരു ലാൻഡ്സ്കേപ്പ് എക്കോളജിസ്റ്റ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാം. നമ്മളുടെ ഉരുൾപൊട്ടലിൻ്റെ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഉരുൾപൊട്ടൽ ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് കുറച്ചു കാലം ഒരു 2 വർഷത്തോളം വർക്ക് ചെയ്യാനായിട്ട് സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഉരുൾപൊട്ടൽ സാധ്യതാ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയാണ്. 2 ജില്ലകളുടെ മലപ്പുറം അതുപോലെ തന്നെ ഇടുക്കി, ഇങ്ങനെ 2 ജില്ലകളുടെ ഉരുൾപൊട്ടൽ സാധ്യത പഠനത്തിൽ അതിലെ GIS റിമോട്ട് സെൻസിങ് സ്പെഷ്യലിസ്റ്റായിട്ട് എനിക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഉരുൾപൊട്ടലായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പഠനങ്ങൾക്ക് സാഹചര്യം ഉണ്ടാവുകയും ഫീൽഡ് വർക്ക് ഉണ്ടാവുകയും സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഉരുൾപൊട്ടൽ കേരളത്തിൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിലെല്ലാം ഉഷ്ണമേഖലാ രാജ്യങ്ങളിലെല്ലാം തന്നെ ഉരുൾപൊട്ടലിൻ്റെ പ്രധാന കാരണം, നമ്മൾ ട്രിഗറിങ് ഫാക്ടർ എന്നാണ് നമ്മൾ പറയുക, പ്രധാന പ്രേരക ശക്തി എന്ന് പറയുന്നത് മഴ തന്നെയാണ്. ഒരു പരിധിയിൽ കഴിഞ്ഞ് നമ്മളിപ്പോൾ പേമാരി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ കൊടും മഴ എന്നൊക്കെ പറയുന്ന മഴ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഉരുൾപൊട്ടലിന് സാധ്യത തന്നെയുള്ളൂ. മഴയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഉരുൾപൊട്ടൽ ഉണ്ടാവാനായിട്ടൊരു സാധ്യതയില്ല. അപ്പോൾ മഴ എന്ന് പറയുന്ന ട്രിഗറിങ് ഫാക്ടറിൽ നിന്ന് വേണം പിന്നെ നമുക്ക് ഉരുൾപൊട്ടലിനെ കുറിച്ചിട്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും. ഈ പറയുന്ന രീതിയിൽ പേമാരി ഉണ്ടാവുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ലാൻഡ്സ്കേപ്പ് എക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയിൽ ഏറ്റവും പ്രധാനം. അതിന് നമ്മൾ GISൽ ആദ്യം ചെയ്യുക എന്ന് പറയുന്നത് കുറേയധികം ഘടകങ്ങളെ കുറിച്ചിട്ട് പഠിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉരുൾപൊട്ടൽ ഉണ്ടാവണമെങ്കിൽ മഴ ഉണ്ടാവണം. മഴയെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഉരുൾപൊട്ടലിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. മഴയുണ്ടെങ്കിൽ പിന്നീട് എന്തായിരിക്കും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് നോക്കാം. അതിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരു സ്ഥലത്തിൻ്റെ സ്ലോപ്പാണ്. നമ്മൾ ചെരിവ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ ചെരിവാണ്. ചെരിവ് സാധാരണ നിലയിൽ ഒരു 15 ഡിഗ്രി ആയിട്ട് നമ്മൾ ഡിഗ്രി ആയിട്ടാണ് ചെരുവിൻ്റെ ഇത് പറയുക. 15 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ മാത്രമേ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളൂ. അറിയാലോ, ഒരു ഫ്ലാറ്റായി കിടക്കുന്ന ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാവാനായിട്ടൊരു സാധ്യതയില്ല. ചെരിവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അതിനെ ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവിടെ മണ്ണിൻ്റെ ആഴമാണ്. ഒരു പ്രദേശത്തിൽ എത്രത്തോളം, ഈ ചെരിവുള്ള പ്രദേശത്ത് എത്രത്തോളം മണ്ണ് ഉണ്ടെന്നുള്ളതാണ്. ചെരിവ് കൂടുതലാണെങ്കിൽ ഒരു 60 ഡിഗ്രി സെൽഷ്യസിനും 60 ഡിഗ്രിക്കും മുകളിലാണ് ചെരിവെങ്കിൽ സാധാരണ നിലയിൽ അവിടെ മണ്ണ് തീരെ ഉണ്ടാവാനായിട്ട് വഴിയില്ല. കാരണം നല്ല മഴ പെയ്യും ഇത്രയും ചെരിവുണ്ടെങ്കിൽ അവിടെ മണ്ണ് ഒലിച്ചു പോകും. ആ പ്രദേശത്ത് ഉണ്ടാവുക പാറ മാത്രമായിരിക്കും. അപ്പോൾ ഈ ഒരു റേഞ്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു 15 ഡിഗ്രി മുതൽ ഒരു 40 ഡിഗ്രിക്ക് താഴെയായിരിക്കും ഉരുൾപൊട്ടൽ സാധ്യത. ഈ ഒരു പ്രദേശത്ത് കൂടുതൽ മണ്ണിൻ്റെ ആഴം എത്ര കൂടുന്നോ അതനുസരിച്ച് ഉരുൾപൊട്ടലിൻ്റെ സാധ്യത കൂടും എന്നുള്ളതാണ്. ഈ 2 ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും. ഇനിയും കുറച്ച് വേറെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഘടകങ്ങൾ കൂടി വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം. അതിനെ റിലേറ്റീവ് റിലീഫ്, ഒരു പ്രദേശത്തിൻ്റെ നിമ്നോന്നത എന്ന് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ചേർക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചെരിവിൻ്റെ ദർശനം, ചെരിവ് കിഴക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ തെക്കോട്ടാണോ വടക്കോട്ടാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ മനുഷ്യന് നേരിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ഘടകങ്ങളാണ് ഈ ഒരു ഉരുൾപൊട്ടൽ വരുന്നത്. മനുഷ്യന് ഇത് ഉരുൾപൊട്ടലുണ്ടാവാൻ ഞാൻ പറഞ്ഞു ആദ്യം മഴയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഞാൻ സംസാരിച്ചു. പിന്നീട് വരുന്ന ഭാഗമാണ് മനുഷ്യരുടെ ഇടപെടൽ കാരണം അല്ലെങ്കിൽ നമ്മൾ ഭൂവിനിയോഗത്തിൽ വരുത്തുന്ന മാറ്റം കാരണം ഉരുൾപൊട്ടൽ ഉണ്ടാവാനായിട്ട് സാധ്യതയായിട്ട് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ത് തരം കൃഷിയാണ് ഈ ഒരു പ്രദേശത്ത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ഘടകം. അതിൽ ഞങ്ങളുടെ ഒരു പഠനത്തിൽ വ്യക്തമായിട്ടുള്ളൊരു കാര്യം, കൂടുതലായിട്ട് നമ്മൾ മണ്ണ് ഇളക്കിക്കൊണ്ട് അവിടുത്തെ നിലവിലുള്ള നീർച്ചാലുകളെ ഇല്ലാതാക്കിക്കൊണ്ട് ചെയ്യുന്ന കൃഷികളാണ് അല്ലെങ്കിൽ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളെന്നോ അല്ലെങ്കിൽ നമ്മൾ റോഡ് മുതലായിട്ടുള്ളവരുടെ പ്രവർത്തനങ്ങളാണ് നമ്മളുടെ നാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാനായിട്ട് മനുഷ്യരുടെ കാരണമാകുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. നീർച്ചാലുകൾ തടയുന്നതും ആ നീർച്ചാലുകളിലൂടെ വെള്ളത്തും ശരിയായിട്ട് ഒഴുകിപ്പോവാതെ ആ പ്രദേശത്ത് കെട്ടിക്കിടക്കുന്നതും അത് മൊത്തം തള്ളിപ്പോകുന്നതാണ് നമ്മൾ ഉരുൾപൊട്ടൽ പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ മാനുവലായിട്ടായിരുന്നു കൃഷിപ്പണികളെല്ലാം ചെയ്തിരുന്നത്. ആൾക്കാർ കൈക്കോട്ട് കൊണ്ടോ കൊത്തി കൊണ്ടോ ഒക്കെ ആയിരിക്കും കൃഷി ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് ആ ഒരു സ്ഥിതി
മാറി. പ്രത്യേകിച്ച് തോട്ടം മേഖലയിൽ അല്ലെങ്കിൽ നമ്മളുടെ നിർമ്മാണ മേഖലകളിലൊക്കെ JCB മുതലായിട്ടുള്ള വലിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള വലിയ യന്ത്രങ്ങളാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുക. മാനുവൽ ലേബറും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മാനുവൽ ലേബർ പ്രധാനമായിട്ടും അവിടുത്തെ ആ പ്രദേശത്ത് അറിയുന്ന ആൾക്കാരായിരിക്കും അന്ന് കൂടുതൽ തൊഴിലാളികളായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് അവിടുത്തെ നീർച്ചാലുകളുടെ ചാല് വാർച്ച എങ്ങനെയാണെന്ന് അറിയാം, നീർച്ചാലുകൾ എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ ആ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു വെള്ളം തടയാതെ പോകാനായിട്ടുള്ള എന്തെങ്കിലും ഒരു വഴി നിർദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ വഴി സ്വീകരിച്ചുകൊണ്ടായിരിക്കും അവർ ആ ഒരു പ്രവർത്തനം ചെയ്യാം. പക്ഷേ ഈ ഒരു യന്ത്രം വരുന്നൊരു സമയത്ത് ആ യന്ത്രത്തിൻ്റെ ഡ്രൈവർക്കോ ആ ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരാൾക്കോ ഈ പ്രദേശത്തെ കുറിച്ചൊന്നും അറിയില്ല, നോളേജ് ഉണ്ടാവില്ല. മാത്രമല്ല ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ നടക്കുന്നത് വേനൽക്കാലത്തായിരിക്കും. മഴക്കാലത്ത് ഈ ഒരു പ്രദേശത്തൊന്നും ഇങ്ങനെയുള്ള പ്രവർത്തനം നടത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ നോർമലി വെള്ളം ഒഴുകാത്ത ഒരു സമയത്ത്, വെള്ളത്തിൻ്റെ ഒരു സാന്നിധ്യം ഇല്ലാത്തൊരു സമയത്തായിരിക്കും ഇവർ ഈ ജോലികൾ ചെയ്യുന്നുണ്ടാവുക. പ്രത്യേകിച്ച് റബ്ബറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പ്ലാറ്റ്ഫോം വെട്ടിയിട്ടായിരിക്കും, കോണ്ടൂർ വരച്ചിട്ട് പ്ലാറ്റ്ഫോം വെട്ടിയിട്ടായിരിക്കും കൃഷി ചെയ്യുന്നുണ്ടാവുക. റബ്ബറും അതുപോലെ തന്നെ മറ്റു കൃഷികളുണ്ട് കേട്ടോ, നമ്മൾ പ്ലാറ്റ്ഫോമായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്ന കൃഷികൾ. ഇത്തരം കൃഷികളിൽ ചെയ്യുന്നൊരു സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഡ്രൈനേജുകളെ അവർ പരിഗണിക്കാതെ വളരെ ഈ ഡ്രൈനേജുകളെ മൂടിക്കൊണ്ടായിരിക്കും ഇവർ പ്ലാറ്റ്ഫോം വെട്ടുന്നത്, അതല്ലെങ്കിൽ റോഡ് പണിയാൻ വേണ്ടിയിട്ട് റോഡ് ചെയ്യുന്നത്. വെള്ളം ഒലിച്ചു പോകാനുള്ള ഒരു സംവിധാനം അവർ അവിടെ ഒരുക്കുന്നുണ്ടാവില്ല. ഇത് വലിയൊരു ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പം ഞങ്ങൾ ഒരു 60ഓളം ഉരുൾപൊട്ടലിനെ കുറിച്ചിട്ട് ഞങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യത പഠനം നടത്തുന്നത് പ്രധാനമായിട്ടും മുന്നേ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ ഇടയായിട്ടുള്ള സാഹചര്യം മനസ്സിലാക്കുക എന്നുള്ളതും ആ സാഹചര്യം അനുസരിച്ചിട്ട് വേറെ എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഉരുൾപൊട്ടൽ സാധ്യതാ പഠനത്തിലെ പ്രധാന രീതിയായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു 60ഓളം ഉരുൾപൊട്ടൽ ആണ്, ഒരു ഇടുക്കി ജില്ലയിലാണെങ്കിൽ 60ഓളം ഉരുൾപൊട്ടലാണ് നമ്മൾ അതിൻ്റെ സാധ്യതയായിട്ട് പരിഗണിക്കുന്ന ഒരു സമയത്ത് അതിൽ 20ഓളം ഉരുൾപൊട്ടൽ ഉണ്ടായത് റബ്ബർ രണ്ടാമത് പ്ലാന്റ് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിലാണ്. റീപ്ലാന്റിങ് എന്ന് പറയും. അതായത് റബ്ബർ ഒരു പ്രാവശ്യം നമ്മൾ വെക്കുന്നു, 20-22 വർഷങ്ങൾക്ക് ശേഷം ഈ റബ്ബർ മുറിച്ചു മാറ്റിയിട്ട് വീണ്ടും റബ്ബർ വെക്കുക, ഇതിനെ നമ്മൾ റീപ്ലാന്റിങ് എന്ന് പറയുന്നത്. ഇത് വെക്കുന്ന ഒരു സമയത്ത്, അപ്പോൾ ആദ്യം റബ്ബർ വെക്കുന്ന ഒരു സമയത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാനുവൽ ലേബർ ആയിരുന്നു. ഇവർക്ക് പറ്റാത്ത പാറകളോ ഇതൊന്നും മാറ്റുന്നില്ല, നീർച്ചാലുകളുടെ ഭാഗം ഒഴിവാക്കിയിട്ടാണ് അവർ റബ്ബർ വെച്ചിരുന്നത്. ആ ഒരു സമയത്ത് കേരളത്തിൽ എന്നല്ല, നമ്മൾ റബ്ബർ ബോർഡിൻ്റെ ഒരു നിയമമുണ്ട്, നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയായിരിക്കും. അതായത് റബ്ബർ ബോർഡിൻ്റെ സബ്സിഡി കിട്ടണമെങ്കിൽ ആ പ്രദേശത്ത് റബ്ബർ വെക്കുന്ന തോട്ടങ്ങളിൽ റബ്ബർ അല്ലാതെ വേറൊരു തരം മരങ്ങളും പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമമുണ്ട്. ആ വേറെ എന്തെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ സബ്സിഡി കിട്ടില്ല. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള ഒരു മരങ്ങളാണെങ്കിലും, ഇത് കാട്ടുമരാണെങ്കിലും നാട്ടുമരാണെങ്കിലും അത് മുറിച്ചു മാറ്റാൻ അവർ നിർബന്ധിതമാണ്. കാരണം അവർക്ക് സബ്സിഡി വേണം. കാരണം സബ്സിഡി ഏറ്റവും നല്ല രീതിയിൽ സബ്സിഡി കൊടുത്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാൻ പറയുകയാണെങ്കിൽ റബ്ബർ ബോർഡ് കേരളത്തിൽ. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും റബ്ബർ കൂടാനായിട്ട് കാരണം. പക്ഷേ ഈ ഒരു നിയമം കാരണം അവരവിടെ ഉണ്ടായിരുന്ന എല്ലാ മരങ്ങളും മുറിച്ചു മാറ്റിയിട്ടായിരിക്കും ആദ്യത്തെ പ്രാവശ്യം പ്ലാന്റ് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ വേരുകളുടെ പിടുത്തം മണ്ണിനെ പാറയുടെ മുകളിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഓക്കെ, അപ്പോൾ ഇവർ ഈ മരം മുറിച്ചു മാറ്റുന്നു, പക്ഷെ അപ്പോഴേക്കും വേറെ മരം വെക്കുന്നു. ഞാൻ പറഞ്ഞ നീർച്ചാലുകൾക്ക് വലിയ പ്രശ്നം സംഭവിക്കുന്നില്ല. മരം വെക്കുന്നു, ആ മരം വളർന്നു വരുന്നു. മുമ്പ് ഉണ്ടായിരുന്ന മരത്തിൻ്റെ വേരുകൾ നശിക്കുന്നതിന് മുമ്പ് തന്നെ റബ്ബറിൻ്റെ വേരുകൾ അവിടെ ആഴ്ന്ന് ഇറങ്ങിയിട്ടുണ്ടാവും, ആ മണ്ണിനെ അവിടെ ഉറപ്പിച്ചു നിർത്തും. പക്ഷേ രണ്ടാമത് റബ്ബർ വെക്കുന്ന ഒരു സമയത്ത് ഈ ജോലി മുഴുവൻ ചെയ്യുന്നത് യന്ത്രങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച JCB മുതലായിട്ടുള്ള യന്ത്രങ്ങളാണ്. അവർ ഈ നേരത്തെ പറഞ്ഞതുപോലെ നീർച്ചാലുകൾ പരിഗണിക്കാതെയോ അവിടെ ഉറച്ചു നിൽക്കുന്ന വലിയ കല്ലുകൾ പരിഗണിക്കാതെയോ അവർ വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കറക്റ്റ് നീളത്തിലും വീതിയിലും പ്ലാറ്റ്ഫോം വെട്ടുന്നു. പരമാവധി അവിടെയുള്ള വേരുകൾ, മുൻപുണ്ടായിരുന്ന റബ്ബറിൻ്റെ വേരുകളും പറിച്ച് മാറ്റപ്പെടും. അതിനുശേഷമായിരിക്കും ഇവർ റബ്ബർ തൈകൾ നടുക. തൈ നടുന്നതടക്കം കുഴിയെടുക്കുന്നതടക്കം യന്ത്രങ്ങളായിരിക്കും. ഇത്തരം പ്രദേശത്ത് എന്തുണ്ടാവും ചോദിച്ചാൽ, പിന്നീട് മഴ പെയ്യുന്നൊരു സമയത്ത് നേരത്തെ സൂചിപ്പിച്ച നീർച്ചാൽ ഒഴുകി പോകാനുള്ള നീർച്ചാലുകളില്ല, മരങ്ങളുടെ വേരുകൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. 1-2 വർഷം കഴിയുന്തോറും ഏതെങ്കിലും വേരുകളുണ്ടെങ്കിൽ അത് വേഗം നശിച്ചു പോകുമായിരിക്കും. റബ്ബറിൻ്റെ വേര് പെട്ടെന്ന് ചെതലി പിടിച്ചു പോകുന്ന വേരുകളാണ്. നമ്മുടെ സാധാ മരങ്ങളുടെ വേരിനേക്കാൾ ഉപരിയായിട്ട് അറിയാം, നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു പക്ഷേ. റബ്ബർ അത്രയും ബലമുള്ള ഒരു മരമൊന്നുമല്ല. അപ്പോൾ വേഗം ഇത് ദ്രവിച്ചു പോകും, അല്ലെങ്കിൽ ചെതലി പിടിച്ചു പോകും. ഈ ചെതലി പിടിച്ചു പോകുന്ന പ്രദേശങ്ങളിലൂടെ ഇവിടെ കെട്ടി നിൽക്കുന്ന വെള്ളം ധാരാളമായിട്ട് ഇറങ്ങും. ആ പ്രദേശം ജലപൂരിതമാവും. ഒരു പ്രത്യേക ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്തിന് മൊത്തത്തിൽ ആ പാറയുടെ മുകളിൽ ഉറച്ചു നിർത്താനായിട്ട് കഴിയാതെയാവും. കാരണം ആ മണ്ണിൻ്റെ അടിയിൽ ഒരു കുഴമ്പ് രൂപത്തിലായിട്ട് മാറിയിട്ടുണ്ടാവും. ഇത് മൊത്തം ഇടിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാവും. ഇത് ഇനി മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്, കാട്ടുതീ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ
അതുപോലെ നമ്മളുടെ അധിനിവേശ സസ്യങ്ങൾ ധാരാളം വന്നിട്ട് മരങ്ങൾ ഒഴിവ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ കാടിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന രണ്ട് സംഭവം ഉണ്ടാകുന്നത് കാടുകളുടെ ഉള്ളിലാണ്. അത്തരം സ്ഥലങ്ങളിലും നമ്മൾ കൂടുതൽ ഉരുൾപൊട്ടൽ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. കാടുകളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കാട്ടുതീ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ വെജിറ്റേഷൻ മൊത്തം ക്ലിയറായി പോകും. പിന്നെ പുതിയ ഒരു വെജിറ്റേഷൻ വരുന്നതിന് മുമ്പ് ആ ഒരു പ്രദേശം കൈയടക്കുക അധിനിവേശ സസ്യങ്ങളായിരിക്കും. അധിനിവേശ സസ്യങ്ങൾക്ക് അത്രയും ആഴത്തിലുള്ള വേരുണ്ടായിരിക്കില്ല. മരങ്ങൾ തന്നെ വരില്ല. മരങ്ങളാണ് ഏറ്റവും പ്രധാനം. മരങ്ങൾ ഉണ്ടാവില്ല. അധിനിവേശ സസ്യങ്ങൾ കൂടുതൽ ഒന്നില്ലെങ്കിൽ കുറ്റിച്ചെടികളോ അതല്ലെങ്കിൽ ക്ലൈംബേഴ്സ് എന്ന് പറയുന്ന വള്ളി ചെടികളോ ആയിരിക്കും. ഇവർക്കൊന്നും തന്നെ ആഴത്തിലേക്ക് വേര് പോകുന്ന ചെടികളായിരിക്കില്ല. അപ്പോൾ ആ ഒരു പ്രദേശം കയ്യേറുന്നത് ഇവരായതുകൊണ്ട്, നമ്മുടെ അധിനിവേശ സസ്യങ്ങളായതുകൊണ്ട് ആ ഒരു പ്രദേശത്തെ വേരുകളുടെ പിടുത്തം പറയുന്ന കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ നഷ്ടപ്പെടുകയും പിന്നീട് അവിടെ ഉരുൾപൊട്ടലിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നൊരു വിഷയം വളരെ വിപുലമായിട്ട് അല്ലെങ്കിൽ വളരെ ലാർജ് സ്കെയിലിൽ നമ്മൾ വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ അതിനുള്ള പ്രതിരോധം തീർക്കേണ്ടതും അത്തരമൊരു അറിവിലൂടെ തന്നെ ആയിരിക്കണം. ഉരുൾപൊട്ടലായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ നമുക്കറിയാം. വയനാട് ജില്ലയിൽ ചൂരൽമലയിലും മുണ്ടക്കൈ പ്രദേശത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഉരുൾപൊട്ടൽ ആരംഭിക്കുന്നത് കാട്ടിൽ നിന്നാണ്. അപ്പോൾ ഉരുൾപൊട്ടൽ മനുഷ്യനിർമ്മിതമാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഘടകങ്ങളും ഉരുൾപൊട്ടലുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വാദിക്കുന്ന ഒരു സമയത്ത് അതിനെതിരെ നിൽക്കുന്നവർ മുഴുവൻ വാദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കാടിൻ്റെ ഉള്ളിലും ഉരുൾപൊട്ടൽ ഉണ്ടാവില്ലേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കാടിൻ്റെ ഉള്ളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാം. ഇത്തരം ഘടകങ്ങൾ കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാട്ടുതീ ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ, ആ ഭാഗത്തെ വെജിറ്റേഷൻ അധിനിവേശ സസ്യങ്ങൾ കാരണം മാറ്റപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടിയും പരിഗണിക്കണം. തീർച്ചയായിട്ടും കാടിൻ്റെ ഉള്ളിലും ഉരുൾപൊട്ടൽ ഉണ്ടാവും. പിന്നീട് ഈ ഒരു പ്രദേശത്ത് ഞാൻ ഇതായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വയനാട് ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആഘാതം ഇത്രയും കൂടാനായിട്ടുള്ള ഒരു കാരണം വന്നിട്ടുള്ളത് ഒരു മിയാൻഡറിങ് നിങ്ങൾ ആ പ്രദേശം കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോക്കിയാൽ അറിയാം. ചൂരൽമലയുടെ ഭാഗമാവുന്ന ഒരു സമയത്ത് പുഴ ഒരു വളഞ്ഞു തിരിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത്തരം പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ അതിൻ്റെ ആഘാതം വളരെ കൂടുതലായിരിക്കും. നമുക്കറിയാം, ഒരു പുഴ നന്നായി ഒഴുകുന്ന ഒരു പുഴയുടെ അവിടെ ഒരു വളവ് തിരിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പുഴ തീർച്ചയായിട്ടും അവിടെ ഒരു വെള്ളം കെട്ടി നിൽക്കുന്നൊരു അവസ്ഥ ഉണ്ടാവും. കൂടുതൽ വെള്ളം ഒഴുകുമ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം കൂടുതലാവുന്നൊരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ അവിടുത്തെ ആഘാതം കൂടുതലായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ശരിയായിട്ട് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് വരികയാണെങ്കിൽ, ഒരു ലാൻഡ്സ്കേപ്പ് എക്കോളജിസ്റ്റിന് എന്താണ് ഉരുൾപൊട്ടൽ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ ഉണ്ടെങ്കിൽ, കൃത്യമായിട്ട് നമ്മൾ GIS റിമോട്ട് സെൻസിങ് അനാലിസിസുകൾ ഉണ്ടെങ്കിൽ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഞാൻ ഇതിൽ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കുറച്ച് ഘടകങ്ങൾ ഞാൻ പറയാം. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് പ്രവചിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളെ കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റാത്തതിൻ്റെ കുറച്ച് പാകപ്പിഴകൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഇപ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതാ പഠനത്തിൽ അതും വലിയ ചർച്ചയായിരുന്നു. നിലവിലെ ഉരുൾപൊട്ടൽ സാധ്യതാ പഠനത്തിൻ്റെ മാപ്പ് അനുസരിച്ച് ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത പ്രദേശത്താണ് ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചോദ്യം വരും, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. നമ്മളിതൊരു ടെക്നോളജി ആകുമ്പോൾ കുറേ ഡാറ്റകൾ നമ്മൾ ഫീഡ് ചെയ്യുന്ന ഡാറ്റ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് വരിക. നമ്മൾ എന്ത് ഡാറ്റയാണ് സിസ്റ്റത്തിന് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ GISൻ്റെ ഒരു കാര്യം വരികയാണെങ്കിൽ അത് ലെയറായിട്ടായിരിക്കും നമ്മൾ ഡാറ്റ കൊടുക്കുന്നുണ്ടാവുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒന്ന് സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടകമാണ്. ഡ്രൈനേജിൻ്റെ ഒഴുക്ക് നമ്മളൊരു ഘടകമായിട്ട് ഇതിനെ ഫീഡ് ചെയ്യാറുണ്ട്. ഇതിൽ സ്ലോപ്പ് എന്ന് പറയുന്ന ഒരു ഘടകം ഇപ്പോൾ നമ്മൾ സാറ്റലൈറ്റിൽ നിന്ന് തന്നെ നേരിട്ട് ഒരു പ്രദേശത്തിൻ്റെ സ്ലോപ്പും എലിവേഷനും ഒക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അതുകൊണ്ട് മാനുവലായിട്ട് നമ്മൾ പോയിട്ട് നോക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നീട് നമ്മൾ ചേർക്കുന്ന കുറച്ച് ഘടകങ്ങൾ, ഡ്രൈനേജ് എന്ന് പറയുന്ന ഒരു ഘടകം. ആ ഡ്രൈനേജ്, അതുപോലെ തന്നെ ഡ്രൈനേജ് നമ്മൾ വരച്ചെടുക്കുന്നത് ടോപ്പോ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ സമയത്ത് സർവേ നടത്തിയിട്ടുള്ള ഒരു കൈകൊണ്ട് വരച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു മാപ്പിൽ നിന്നാണ് ഇപ്പോഴും നമ്മൾ ആ ഡ്രൈനേജ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിലെ പ്രമുഖമായിട്ടുള്ള ഡാറ്റ ഡ്രൈനേജിൻ്റെ ഡാറ്റയാണ്. ഈ ഡാറ്റയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. GIS അറിയുന്നവർക്കേ കൃത്യമായിട്ട് പറയാനായിട്ട് അത് മനസ്സിലാവൂ. നമ്മൾ പരന്ന പ്രതലത്തിനെ ഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം 3 ഡയമെൻഷനാണ്. അതിനെ 2 ഡയമെൻഷനിലായിട്ട് കൊണ്ടുവരണം. അതാണ് നമ്മൾ മാപ്പ് എന്ന് പറയുന്നത്. വീണ്ടും ഇതിനെ 3 ഡയമെൻഷനിലാക്കിയിട്ട് വേണം ഈ പറയുന്ന അനാലിസിസുകൾ ചെയ്യാൻ. ഇങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് അന്ന് ഉപയോഗിച്ചിരുന്ന
ഒരു രീതിയുണ്ട്, അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതൊരു അൽഗോരിതാണ്. ആ സിസ്റ്റത്തിൻ്റെ പേര് എവറസ്റ്റ് മോഡിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം. അത് മാനുവലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റം അനുസരിച്ചിട്ടാണ് നമ്മുടെ ടോപ്പോ ഷീറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ അനാലിസിസുകളും പ്രധാനമായിട്ടും WGS 1984 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളിപ്പോൾ ഗൂഗിൾ എർത്ത് നോക്കിയാലും ഗൂഗിൾ മാപ്പ് നോക്കിയാലും നിങ്ങളൊരു ലൊക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ നോക്കിയാലും അവിടെ ഉപയോഗിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് WGS 1984 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നമുക്ക് മുമ്പുണ്ടാക്കിയിട്ടുള്ള ഈ ടോപ്പോ ഷീറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ സിസ്റ്റത്തിനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഇപ്പുറത്തെ ഈ WGS 1984 മാറ്റാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എറർ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു ടോപ്പോ ഷീറ്റിൽ ഉണ്ടാകുന്ന ഒരു കൈകൊണ്ട് വരച്ചിട്ട് ചേർത്തിരിക്കുന്ന ഒരു ഡ്രൈനേജ് നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് മാറ്റുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 500 മീറ്ററിൻ്റെയെങ്കിലും വ്യത്യാസം വരും. 500 മീറ്ററിൻ്റെയാണ്. അതുപോലെ എല്ലാ ഘടകങ്ങളും ഇത്രയും വ്യത്യാസം വരും. ഇത് പരിഗണിക്കാതെയാണ്, അല്ലെങ്കിൽ ഇത് പരിഗണിക്കാതെയാണ് പലപ്പോഴും നമുക്ക് നിർബന്ധിതമായി പോകുന്നത് ഇത്തരം മാപ്പുകൾ ഉണ്ടാക്കാൻ. കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള ഡ്രൈനേജ് മാപ്പുകൾ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രവചനം കൃത്യമാകണമെങ്കിൽ എന്താണ് നിലവിലെ ഡ്രൈനേജ് പാറ്റേണിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടണം. അത് ലഭ്യമാകാവുന്ന ഒരു ഡാറ്റയും ഇല്ല. നമ്മളിപ്പോഴും ആശ്രയിക്കുന്നത് 1964 ലാസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പോ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റയാണ്. അടുത്ത ഒരു ഡാറ്റ ഏറ്റവും പ്രധാനം ഞാൻ സൂചിപ്പിച്ചല്ലോ, മണ്ണിൻ്റെ ആഴം എന്ന് പറയുന്നത്. മണ്ണിൻ്റെ ആഴം കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്ന നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഡാറ്റയും കേരളത്തിലില്ല. വളരെ വളരെ എന്താ പറയുക, ഒരു വില്ലേജിൽ 5-6 പോയിൻ്റ് എടുത്തിട്ട് അവിടുത്തെ മണ്ണിൻ്റെ ആഴം കാൽക്കുലേറ്റ് ചെയ്തിട്ട് മൊത്തം കേരളത്തിൻ്റെ നമ്മളതിനെ ഇൻ്റർപോളേറ്റ് ചെയ്യാന്ന് പറയാം. ആ ഇൻ്റർപോളേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാപ്പാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും മണ്ണിൻ്റെ ആഴം കണക്കാക്കുന്ന ഒരു ഡാറ്റ നമുക്കില്ല. ഈ 2 ഡാറ്റയും തെറ്റായിട്ടാണ് നമ്മൾ സിസ്റ്റത്തിന് ഫീഡ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അനുസരിച്ചിട്ടേ സിസ്റ്റത്തിന് ഇത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രെഡിക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ലാൻഡ്സ്ലൈഡ് സൊണേഷൻ സോണുകളിൽ മാറ്റങ്ങൾ വരുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഈ ഇപ്പോഴുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ സാഹചര്യത്തിൽ മനസ്സിലാക്കുകയും ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മളുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി പബ്ലിഷ് ചെയ്തിട്ടുള്ള മാപ്പുകളിൽ ഈ പറയുന്ന മേഖല ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയല്ല. സംഭവിച്ചിരിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇത് കൃത്യമാക്കുക എന്നുള്ളതാണ് ഒരു ലാൻഡ്സ്കേപ്പ് എക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ഇത് ഇനി മുന്നോട്ട് പോകേണ്ടത് കൃത്യമായിട്ടുള്ള ഉരുൾപൊട്ടൽ സാധ്യത ഭൂപടങ്ങൾ അല്ലെങ്കിൽ സാധ്യത മേഖലകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു 2% പ്രദേശങ്ങളെങ്കിലും, എല്ലാ ജില്ലകളിലും അല്ല, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളായിട്ട് ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ജില്ലകളിലെ ഒരു 2% മേഖലയെങ്കിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളാക്കിയിട്ട് ആയിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുക, വളരെ കൃത്യമായിട്ട് കൊടുത്താൽ. ഇത്രയും ഏരിയയിൽ ഈ 2% ഏരിയകളിലും നമുക്ക് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങൾ സ്വീകരിക്കാനായിട്ട് കഴിയില്ല. കേരളം പോലെയുള്ള ഒരു പ്രദേശത്തിന് ഇത്രയും ലാർജ് ഏരിയയിൽ പിന്നീട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക ഈ 2% ഏരിയ വേർതിരിച്ചെടുത്ത് അവിടെ എവിടെയാണ് കൂടുതൽ ജനവാസമുള്ളത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു മാപ്പും നമുക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ള ഒരു ഉരുൾപൊട്ടലിൽ എത്ര വീടുകൾ മണ്ണിനടിയിലായിട്ടുണ്ട് എന്നുള്ളത് പത്രങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. KSEBയുടെ ബില്ല് കൊടുക്കുന്ന ഇത് വെച്ചിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തത്. എത്ര ആൾക്കാർ ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്, ഒരു ഡാറ്റയും ഇല്ല. അപ്പോൾ ഈ ഇത്തരം ഡാറ്റയും കൂടി ഫീഡ് ചെയ്തിട്ട് ഏത് പ്രദേശത്താണ് നമുക്ക് ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ആ പ്രദേശത്ത് വാർണിംഗ് സിസ്റ്റം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഉരുൾപൊട്ടൽ എനിക്ക് പരിചയമുള്ളൊരു മേഖല സ്ഥാപിച്ചിട്ടുള്ളത് മൂന്നാർ ടൗണായിട്ട് ബന്ധപ്പെട്ടിട്ട് മൂന്നാർ ടൗണിൻ്റെ മേഖലയിലാണ് ഉരുൾപൊട്ടൽ വാർണിംഗ് കൊടുക്കുന്ന സിസ്റ്റം സ്ഥാപിക്കുന്നത്. ഉരുൾപൊട്ടൽ വാർണിംഗ് എന്ന് പറയാൻ വളരെ സിമ്പിളാണ്. അതായത് മണ്ണിലെ ജലത്തിൻ്റെ പൂരിത അളവ് ഒരു നിശ്ചിത ശതമാനത്തിനും കൂടുതലാണെങ്കിൽ ഇവർ വാർണിംഗ് കൊടുക്കും. ആ വാർണിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പം തന്നെ ഭൂകമ്പം ഉരുൾപൊട്ടൽ ഉണ്ടാവും എന്നൊന്നുമല്ല. പക്ഷേ ഇത് കൂടുതലായിട്ട് വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള നിലയിൽ. അല്ലാതെ ഉരുൾപൊട്ടൽ പ്രവചിക്കാൻ, അതായത് ഇന്ന ദിവസം ഇന്ന മണിക്കൂറിൽ ഇത്ര സമയത്തിനുള്ളിൽ ഇപ്പോൾ 8 മണി മുതൽ 9 മണി വരെ ഇന്നൊരു പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് പ്രവചിക്കാൻ ഒരു സംവിധാനവും നമുക്കില്ല. അതാണ് ഇതിലെ ഒരു വലിയൊരു പ്രശ്നം. മറ്റൊരു പ്രശ്നം ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത്, വാർണിംഗ് സിസ്റ്റം വെക്കുന്നു, 4 പ്രാവശ്യം അവർ
4-5 പ്രാവശ്യം വാണിംഗ് കൊടുത്തു. വാണിംഗ് കൊടുക്കുന്നത് ഇത്രയാണ്, 70% കൂടുതൽ അതിൽ പൂരിതത വരുന്നുണ്ടെങ്കിൽ, ജലം പൂരിതമാകുന്നുണ്ടെങ്കിൽ വാണിംഗ് കൊടുക്കുന്നു. 4 പ്രാവശ്യം ഉരുൾപൊട്ടൽ ഉണ്ടായില്ല. അവർ അവിടെ ഉള്ളവർ മാറി എന്ന് വിചാരിക്കും. 4 പ്രാവശ്യം ഉരുൾപൊട്ടൽ ഉണ്ടായില്ല. 5-ാം പ്രാവശ്യം വാണിംഗ് വരുമ്പോൾ അവർ മാറില്ല. അതേസമയം വെള്ളപ്പൊക്കമൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് കാണാനായിട്ട് പറ്റും. അതാ വീടിൻ്റെ മുറ്റത്ത് വെള്ളം എത്താറായി, അല്ലെങ്കിൽ പടിയുടെ അവിടെ വെള്ളം എത്താറായി, ഒരു അടി വീടിൻ്റെ ഉള്ളിൽ വെള്ളം കയറി, പ്രശ്നമാണ്, മാറാം. ഉരുൾപൊട്ടൽ അങ്ങനെ പറയാനായിട്ട് നമുക്ക് കഴിയില്ല. അതും ഇതിൻ്റെ വലിയൊരു പ്രശ്നമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ കൃത്യമായിട്ടുള്ള മേഖലകൾ ഉണ്ടാക്കിയെടുക്കുകയും ഉരുൾപൊട്ടൽ സാധ്യത മേഖല പഠിക്കുകയും അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര ആൾക്കാരെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു പഠനം കൃത്യമായിട്ട് നിർവഹിക്കുകയും അതനുസരിച്ചിട്ടുള്ള ഒരു എന്താ പറയുക മുൻകരുതൽ നടപടികളായിട്ട് പോവുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മഴേനെ പഴിച്ചത് കൊണ്ട് മാത്രം രക്ഷയുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മഴയ്ക്ക് നമുക്ക് അത്ര വലിയ നിയന്ത്രണമൊന്നുമില്ല. കാരണം ഇപ്പോഴുണ്ടാകുന്ന മഴകളിൽ മൊത്തം ഒരു ഗ്ലോബൽ സ്കെയിലിൽ നോക്കുകയാണെങ്കിൽ മനുഷ്യരൊക്കെ തന്നെയായിരിക്കാം ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ കാരണമായിട്ടുള്ളത്. പക്ഷേ ഇമ്മീഡിയറ്റ് നമ്മളുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഞാനല്ല ഇവിടെ മഴ കൂടുതലാവാൻ, അല്ലെങ്കിൽ ആ പ്രദേശക്കാരല്ല അവിടെ മഴ കൂടാനായിട്ട് കാരണമായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഈ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ കൂടുതൽ മഴ തന്നെയാണ് അടുത്ത ഒരു പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിലോ 6 വർഷത്തിനുള്ളിലോ ഉണ്ടാവുക. അത്രയും മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിച്ച് എവിടെയാണ് ഉണ്ടാവുക, എവിടെയാണ് നമുക്ക് നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് തന്നെയായിരിക്കും ഇതിൽ സ്വീകരിക്കുക. അതിൽ ലാൻഡ്സ്കേപ്പ് എക്കോളജിസ്റ്റിന് നല്ല പങ്കുണ്ട്. ലോക്കൽ ഗവൺമെൻറ് ബോഡീസുമായിട്ട് അടുത്ത് വർക്ക് ചെയ്തിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ അവർക്കിതിലുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, കൺസർവേഷൻ എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്, അവരുടെ താല്പര്യം എങ്ങനെയാണ്? ഞാൻ കൂടുതലായിട്ട് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് കൂടുതലായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് നഗരങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും എനിക്ക് കൂടുതലായിട്ട് പറയാനായിട്ട് പറ്റുക. സിറ്റി ഗവൺമെൻറ് ആയിട്ടാണ് കൂടുതൽ. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഓർഗനൈസേഷൻ ഓഫ് സിറ്റീസ് എന്ന് പറയുന്ന ICLEI എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതലായിട്ടും നഗരങ്ങളിലാണ് ഞങ്ങളുടെ കൂടുതൽ പ്രവർത്തനം. അത് നമ്മൾ നഗരങ്ങളിൽ ചെന്നിട്ട് അവിടെ ജൈവവൈവിധ്യത്തെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്ന് ഊഹിക്കാമോ? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം നഗരം എന്ന് പറയുന്നത് വെറുക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ്. പ്രകൃതി എന്ന് പറയുന്നതും ജൈവവൈവിധ്യം എന്ന് പറയുന്നതും ഒക്കെ കാടുകളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നാട് ആയി ബന്ധപ്പെട്ട, ഗ്രാമങ്ങളായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ജൈവവൈവിധ്യത്തിൽ ജോലി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നഗരങ്ങളിൽ പോകുമ്പോൾ ഇതേ ഒരു ചോദ്യമായിരിക്കും നമ്മൾ ആദ്യമായിട്ട് ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചോദ്യം എങ്ങനെയായിരിക്കും, ഇവിടെ ഇപ്പോൾ എന്താണ് ഇതിൽ പ്രാധാന്യം? നിങ്ങൾ വല്ല കാടുകളിൽ പോയിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ കാടുകളിലെ ജൈവവൈവിധ്യം സംരക്ഷിക്കാനായിട്ട് പോകും. നാടുകളിൽ ഇതിന് വലിയ നഗരങ്ങളിൽ ഇതിന് പ്രാധാന്യമൊന്നുമില്ല. ഞങ്ങൾ കെട്ടിടങ്ങൾ കെട്ടാം, അങ്ങനെയൊക്കെയുള്ളൊരു നിലയാണ് ഉണ്ടാവുക, പ്രത്യേകിച്ച് അധികാരികളുടെ കയ്യിൽ നിന്ന്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോകത്തിലെ 57% ആളുകളും താമസിക്കുന്നത് നഗരങ്ങളിലാണ്. കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിലും സ്ഥിതി അത്ര വ്യത്യാസമൊന്നുമില്ല. കേരളത്തിലെ ചില ജില്ലകളിൽ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, ഏകദേശം 65% ആൾക്കാർ ഇപ്പോൾ നഗരങ്ങളിലാണ് താമസിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നഗരജനതയായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പോഴും നമുക്ക് ഗ്രാമങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് നഗരങ്ങളെ ഈ പറയുന്ന പോലെ ഒരു കൊടുങ്കാടുകളിൽ നിന്നോ ഒക്കെ വിളിച്ചുകൊണ്ട് നഗരങ്ങളിൽ എന്തുമാകാം എന്ന് ചിന്തിച്ച് പോകാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. നഗരങ്ങളെയും നമുക്ക് ജൈവവൈവിധ്യത്തിന് പറ്റിയ സ്ഥലങ്ങളാക്കിയിട്ട് മാറ്റണം. ചില സ്ഥലങ്ങളിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സാവോപോളോ നഗരം, റിയോ ഡി ജനീറോ നഗരം എന്നൊക്കെ പറയുന്നത് ഇന്ന് ലോകത്തിലുള്ള ഏകദേശം എൻഡമിക് ആയിട്ടുള്ള 1500 സസ്യ സ്പീഷീസുകളെ സപ്പോർട്ട് ചെയ്യുന്ന, ആ സസ്യ സ്പീഷീസുകളെ സംരക്ഷിക്കുന്ന നഗരമാണ് ഈ നഗരം. അതുപോലെ ഇന്ന് ഈവൻ കൊച്ചിയുടെ കാര്യം, നമ്മൾ കേരളത്തിലേക്ക് വന്ന കൊച്ചിയുടെ കാര്യം എടുത്താൽ പോലും കൊച്ചിയിൽ ഞാൻ പറഞ്ഞ ആളുകൾക്ക് അറിയില്ല ആ ഒരു പ്രദേശത്തെ ജൈവവൈവിധ്യത്തിൻ്റെ പ്രാധാന്യം. ഞങ്ങളൊരു റിപ്പോർട്ട് കൊച്ചിനെ സംബന്ധിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സിറ്റി ബയോഡൈവേഴ്സിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊച്ചിയിലെ ജൈവവൈവിധ്യത്തെ കുറിച്ചിട്ട് നോക്കുന്ന ഒരു സമയത്ത് കൊച്ചിയിലെ ജൈവവൈവിധ്യം അത്ര കുറവല്ല എന്നുള്ളതാണ്. നമുക്ക് 99 സ്പീഷീസിൽ പെട്ടിട്ടുള്ള പക്ഷികളാണ് അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുള്ളത്. 43 ഇനത്തിൽ പെട്ടിട്ടുള്ള ശലഭങ്ങളാണ്, ഞാൻ ഉദ്ദേശിച്ച പൂമ്പാറ്റകൾ, ബട്ടർഫ്ലൈസ് ആണ് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റുന്നത്.
അതുപോലെ 50 ഇനത്തിൽപ്പെട്ടിട്ടുള്ള സ്പൈഡറുകളാണ് അവിടെ, ചിലന്തികളാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് നമ്മളുടെ നഗരങ്ങൾ സത്യത്തിൽ ജൈവവൈവിധ്യ കേന്ദ്രങ്ങൾ തന്നെയാണ്. പക്ഷേ ആളുകൾക്കത് മനസ്സിലാക്കുന്നില്ല, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ നമ്മളവിടെ ഒരു പഠനം നടത്തിയിട്ട് ഇത്തരം രേഖകൾ, ഇത്തരം കാര്യങ്ങൾ അവരുടെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കതിനെ സംരക്ഷിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നുണ്ട്. അതൊരു വലിയ പോസിറ്റീവായിട്ട് ഞാൻ കരുതുന്നത്. കൊച്ചിയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് ഒരു അനുഭവം പറയുകയാണെങ്കിൽ, നമ്മൾ ഇത്രയും ജൈവവൈവിധ്യമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നൊരു സമയത്ത് ഒരു അധികാരി പറഞ്ഞത്, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ നിൻ്റെ പേരായിരിക്കും, നീ കാണിച്ചു കൊടുക്കേണ്ടി വരും ഇത്ര പൂമ്പാറ്റ ഇവിടെയുണ്ട്, ഇത്ര പക്ഷികൾ ഇവിടെയുണ്ട് എന്നൊക്കെ. പക്ഷേ നമുക്കത് വലിയ രീതിയിൽ മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ നഗരങ്ങളും ജൈവവൈവിധ്യ കേന്ദ്രങ്ങളാക്കിയിട്ട് മാറ്റണം. ഞാൻ നഗരങ്ങൾ, എന്നെ സംബന്ധിച്ചിടത്തോളം നഗരമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, ഇന്ന് കാലത്ത് നഗരങ്ങൾ ചെയ്യുന്നത് വലിയൊരു സേവനമാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ കൊടുമരമെന്നോ അല്ലെങ്കിൽ കെട്ടിട കാടുകളാക്കി മാറ്റിയെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കുറേ വലിയ കെട്ടിടങ്ങൾ, കുറേ നിലകളുള്ള കെട്ടിടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ അത് സത്യത്തിൽ നമ്മളുടെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ? ലാൻഡ് യൂസ് കുറയുമല്ലോ നമ്മൾ. അത് തീർച്ചയായിട്ടും പോസിറ്റീവാണ്. ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഈ നഗരത്തിൽ താമസിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെ പോലെ വ്യത്യസ്തമായിട്ടുള്ള വീടുകളും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലവും വേണമെങ്കിൽ എല്ലാവർക്കും അതേ രീതിയിൽ ഗ്രാമവാസികളെ പോലെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായാൽ കേരളത്തിൽ കാടുകൾ ഉണ്ടാവില്ല. കേരളത്തിലല്ല, ലോകത്തിൽ തന്നെ വേണമെങ്കിൽ കാടുകൾ ഉണ്ടാവില്ല. സത്യത്തിൽ ഈ കെട്ടിടങ്ങൾ കെട്ടി അല്ലെങ്കിൽ ഫ്ലാറ്റ് സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അപഹസിക്കാമെങ്കിലും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ അത് ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കരുതുന്നത്. പക്ഷെ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, പ്രകൃതിയിൽ നിങ്ങൾ ഒരു ജീവജാലങ്ങളില്ലാത്ത, ജൈവവൈവിധ്യമില്ലാത്ത ഒരു പ്രദേശവും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. എത്രയും വലിയ കെട്ടിടങ്ങളുള്ള പ്രദേശമാണെങ്കിലും നമുക്ക് കഴിയാവുന്ന രീതിയിൽ അവിടുത്തെ ജൈവവൈവിധ്യത്തെ പോഷിപ്പിക്കാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ നമുക്ക് ലംബ ഗാർഡൻ, ടെറസ്ട്രിയൽ ഗാർഡനായിട്ടായിരിക്കാം നമ്മൾ ചെയ്യേണ്ടത് വരിക. അതല്ലെങ്കിൽ തിരശ്ചീനമായിട്ട് അല്ലെങ്കിൽ ലംബ ഗാർഡനുകൾ ചെയ്യേണ്ടതായിട്ട് വരാം. ഏത് വിധേനയും പരമാവധി അവിടത്തെയും ജൈവവൈവിധ്യത്തെ കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. അതിനുള്ള വഴികൾ നമ്മൾ തേടേണ്ടതായിട്ടുണ്ട്, ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നഗരങ്ങളും അതേപോലെ തന്നെ കാടുകളിലെയും ജൈവവൈവിധ്യത്തിന് ഒരേ പ്രാധാന്യം തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. ഈ ഒരു രീതിയിലേക്ക് വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ഒരു പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി വരുന്നൊരു തലമുറയിൽ ഈ ഗ്രാമസങ്കല്പം മൊത്തം പോവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ വളരുന്നതും ജീവിക്കുന്നതും ഒക്കെ നഗരങ്ങളിൽ തന്നെയാണ്. അവിടെയും നമുക്ക് ജൈവവൈവിധ്യം സംരക്ഷിക്കാം എന്നുള്ള വലിയൊരു മെസ്സേജ് വന്നാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിനെ പറ്റിയും അതിൻ്റെ ആസൂത്രണത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ബോട്ടം അപ്പ് അപ്രോച്ചിനോട് സിറ്റി ഗവൺമെൻറ്റ്സിനുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ്, എന്താണ് തോന്നിയിട്ടുള്ളത്? മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ആയിട്ടൊരു തമാശ വേണമെങ്കിൽ ഞാൻ പറയാം. ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണല്ലോ അത് പുറത്തേക്ക് വരുന്നത്. വലിയ പ്രശ്നമുണ്ടായി, നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിന് വേണ്ടിയിട്ടൊരു ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുന്നു. 3 ഫോൺ നമ്പർ കൊടുക്കുന്നു. നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിളിക്കാം എന്നാവശ്യപ്പെടുന്നു. ഒരു ഫോൺ കൈകാര്യം ചെയ്തത് ഞാനാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറി കേട്ടിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ചീത്ത കേട്ടിട്ടുള്ളത് ആ ഒരു സമയത്താണ്. ഒരു ഫോൺ കോളിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. എനിക്ക് ഓർമ്മയിൽ തന്നെ നിൽക്കുന്ന ഒരു കോളാണ്. ഒരു പാവം പിടിച്ചിട്ടുള്ളൊരു സ്ത്രീ വിളിക്കുന്നു. ഇടുക്കി ജില്ലയിൽ നിന്നാണ് അവർ വിളിക്കുന്നത്. അവർക്ക് 2 പെൺമക്കളാണുള്ളത്. ആ സ്ത്രീ വിളിച്ചിട്ട് കരയാണ്. അവർക്ക് ആകെ കൂടിയുള്ളത് 7-8 സെൻറ്റോ സ്ഥലമാണ്. നാട്ടുകാർ പറയുന്നു, ഈ സ്ഥലം ഈ റിപ്പോർട്ട് നടപ്പാക്കിയാൽ ഗവൺമെൻറ് ഏറ്റെടുക്കും, നമുക്ക് സ്ഥലമില്ല. മോനെ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടാണ് ആ സ്ത്രീ വിളിക്കുന്നത്. അവർ വിളിക്കുന്നൊരു സമയത്ത് എനിക്ക് ഇതിൻ്റെ ടെക്നിക്കാലിറ്റി പറഞ്ഞ് നിൽക്കാനായിട്ട് കഴിയില്ല. പക്ഷെ അവരെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ വിളിക്കുന്നു, എൻ്റെ പള്ളിക്ക് പച്ച പെയിൻറ്റ് അടിക്കേണ്ടതായിട്ട് വരും എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. നമുക്ക് ഈ റിപ്പോർട്ട് നടപ്പാക്കാനായിട്ട് കഴിയില്ല. സത്യത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടെന്ന് എനിക്ക് പറയാം. ഞാൻ ആ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ അവർ സ്വീകരിച്ചിരിക്കുന്ന രീതിശാസ്ത്രത്തെ ഒരു ലാൻഡ്സ്കേപ്പ് എക്കോളജിസ്റ്റ് എന്ന നിലയിൽ നല്ല രീതിയിൽ ഞാൻ പഠിച്ചിട്ടുള്ളതാണ്.
വളരെ കുറഞ്ഞൊരു സമയം കൊണ്ടാണ് ഗാഡ്ഗിൽ ഇത്രയും വലിയ ഒരു 6 സംസ്ഥാനങ്ങളിലൂടെ പോകുന്ന ഒരു വലിയൊരു പ്രദേശത്തെക്കുറിച്ച് പഠിച്ചിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അത്രയും സമയക്കുറവിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന നിലയിൽ ആ സമയക്കുറവ് ആ റിപ്പോർട്ടിൽ ധാരാളം ന്യൂനതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അതിലത്തെ ന്യൂനത എന്ന് പറയുന്നത് ആ റിപ്പോർട്ടിൻ്റെ ബേസായിട്ട് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് ഗ്രിഡ്, നമ്മൾ ഗ്രിഡായിട്ടായിരിക്കും സെലക്ട് ചെയ്യുക. 9x9 കിലോമീറ്ററാണ് അതിൻ്റെ അനാലിസിസിൻ്റെ, അതായത് ഈ GIS അനാലിസിസ് തന്നെയാണ് അതിൻ്റെ ബേസായിട്ട് വരുന്നത്. അതിൻ്റെ അടിസ്ഥാന യൂണിറ്റായിട്ട് അവർ സെലക്ട് ചെയ്തത് 9x9 കിലോമീറ്റർ വരുന്ന ഗ്രിഡാണ്. അതായത് 81 കിലോമീറ്റർ സ്ക്വയർ വരും അതിൻ്റെ ഒരു ഗ്രിഡിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു 2-3 പഞ്ചായത്തിൻ്റെ വലിപ്പമുള്ള ഇതാണ്. അതിനുശേഷം അവർ മാനേജ്മെൻറ്റ് യൂണിറ്റായിട്ട്, അതായത് ഈ ഒരു ഗ്രിഡ് പ്രകാരം അവർ കുറേ ഡാറ്റകൾ സിസ്റ്റത്തിന് കൊടുക്കുന്നു. അതിനുശേഷം സിസ്റ്റം ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലങ്ങൾ വേർതിരിച്ചെടുക്കുന്നു. അതിനുശേഷം അവർ കൊടുത്തിരിക്കുന്നത് മാനേജ്മെൻറ്റ് യൂണിറ്റായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് താലൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് യൂണിറ്റാണ്. ഓക്കെ, താലൂക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം പഞ്ചായത്ത് വരുന്നത്. എന്നിട്ട് അവർ പറയുന്നു ഈ 9x9 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ നിശ്ചിത ശതമാനം സംരക്ഷിക്കപ്പെടേണ്ട പ്രദേശമാണെങ്കിൽ ആ പ്രദേശം മൊത്തം സംരക്ഷിക്കപ്പെടേണ്ട, ആ 9x9 സ്ക്വയർ കിലോമീറ്റർ ഏരിയ വരുന്ന താലൂക്ക് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. അതനുസരിച്ചിട്ടാണ് പിന്നീട് അത് പോകുന്നത്. അപ്പോൾ ഒരു ഒറ്റ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ 4 പഞ്ചായത്തുകൾ ഉണ്ടെന്ന് വിചാരിക്കൂ ഒരു ഈ പറയുന്ന 9x9 മീറ്റർ സ്ക്വയറിൻ്റെ അനാലിസിസ് യൂണിറ്റിൽ. ഒരു പഞ്ചായത്ത് തീർച്ചയായിട്ടും ചിലപ്പോൾ നല്ല ജൈവവൈവിധ്യമുള്ളൊരു പ്രദേശമായിരിക്കാം, കാടുകളുള്ള പ്രദേശമായിരിക്കാം, മലകളുള്ള പ്രദേശമായിരിക്കാം. നമ്മളുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ലാൻഡ്സ്കേപ്പ് ഡൈവേഴ്സിറ്റി വളരെയേറെ ഉള്ള ലാൻഡ്സ്കേപ്പ് ഡൈവേഴ്സിറ്റി ഉള്ളൊരു പ്രദേശമാണ്. ഈ ഒരു പഞ്ചായത്ത് ഈ പറയുന്ന പോലെ ഒരു വനമേഖലയിലുള്ള ഒരു പഞ്ചായത്തായിരിക്കാം. തൊട്ട് അപ്പുറത്ത് വരുന്ന പഞ്ചായത്ത് പക്കാ നഗരമായിട്ടുള്ള, കാലാകാലങ്ങളായിട്ട് നഗരമായിട്ടുള്ള ഒരു പഞ്ചായത്തായിരിക്കാം. ഈ എല്ലാ പ്രദേശത്തിനെയും ഒറ്റ യൂണിറ്റായിട്ട് കണ്ടുകൊണ്ട് എല്ലാ പ്രദേശത്തിനും ഒറ്റ ഒരു സംരക്ഷണ നിയമങ്ങളും അല്ലെങ്കിൽ സംരക്ഷണ നിയമങ്ങൾ ഒരിക്കലും അതിലില്ല, നിർദ്ദേശങ്ങൾ നടപ്പാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കേരളം പോലെയുള്ള ഇത്രയും ലാൻഡ്സ്കേപ്പ് ഡൈവേഴ്സിറ്റി ഉള്ള ഒരു പ്രദേശത്ത് നടപ്പാവില്ല എന്നുള്ളതാണ്. ഞാനപ്പോൾ അതിനെ കാണുന്നത് ഇത്രയും ആ ഒരു റിപ്പോർട്ടിനെതിരെ ഇത്രയും പ്രക്ഷോഭങ്ങൾ ഉണ്ടായതിൽ ഒരു അതിശയോക്തി എനിക്ക് തോന്നുന്നില്ല. അതിൽ ഞാൻ ഒരിക്കലും ഗാഡ്ഗിൽ കമ്മിറ്റി അംഗങ്ങളെയോ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെയോ കുറ്റം പറയുന്നില്ല. കാരണം വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ റിപ്പോർട്ടിൽ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു മാതൃകയാണ് എന്നുള്ളതാണ്. ഇതനുസരിച്ചിട്ട് ഓരോ പ്രദേശവും അവരുടേതായിട്ടുള്ള രീതിയിൽ സംരക്ഷിക്കപ്പെടേണ്ട പ്രദേശങ്ങളും അല്ലെങ്കിൽ സോൺ ചെയ്തിട്ട് അതനുസരിച്ചിട്ട് അവർ ഓരോ പഞ്ചായത്തും അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തുള്ള ആൾക്കാർ ഗ്രാമസഭകൾക്ക് അതിൻ്റെ മുഴുവൻ ഇത് കൊടുത്തിരിക്കുന്നു. അവർ ഈ ഒരു റിപ്പോർട്ടിനെ മാതൃകയാക്കിക്കൊണ്ട് പുതിയ ഒരു രീതി കൈക്കൊള്ളണം എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം. ആ ഭാഗം മറയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് ഉണ്ടായിട്ടുള്ള കാര്യം. മറ്റ് നമ്മൾ മുന്നേ ചെയ്തിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളെയും പോലെ അതൊരു മുകളിൽ നിന്ന് ഒരാൾ തീരുമാനിക്കുന്നു, ബോട്ടം അപ്പ് എന്ന് പകരം തിരിച്ച് ടോപ്പ് ടു ബോട്ടം എന്നുള്ള നിലയിൽ കുറച്ച് ആൾക്കാർ കൂടിച്ചേരുന്നു, അവരൊരു നിയമം പാസ്സാക്കുന്നു, ബോട്ടം ഉള്ളവരെല്ലാവരും അതനുസരിക്കാൻ ബാധ്യസ്ഥരായിട്ട് മാറും. ഇതുവരെ കണ്ടിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളിലും അങ്ങനെ ആയതുകൊണ്ട് ഈ റിപ്പോർട്ടും അതേ രീതിയാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് ആൾക്കാർ ജനങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ചിത്രം. അതനുസരിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം കാരണം. ഞാൻ മുന്നിൽ കാണുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ ഈ 9x9 അനാലിസിസ് യൂണിറ്റിന് ഗ്രിഡ് യൂണിറ്റിന് പകരം 1x1 എന്നുള്ള 1 കിലോമീറ്ററിൻ്റെ 1 കിലോമീറ്റർ, അതായത് 100 ഹെക്ടർ പ്രദേശം വരും. അത് യൂണിറ്റാക്കി മാറ്റി പരമാവധി ഒരു പഞ്ചായത്ത് വാർഡ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് യൂണിറ്റ് ആക്കിയിട്ട് ഒരു പുനർ റിപ്പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന അതേ നിർദ്ദേശങ്ങൾ ഗ്രാമസഭകളുടെയും അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെയും കൂടി സജഷനോട് കൂടിയിട്ട് നടപ്പിലാക്കാൻ മുന്നോട്ട് പോയാൽ എനിക്ക് തോന്നുന്നില്ല ഇതിന് വലിയൊരു എതിർപ്പുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലങ്ങൾ ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലങ്ങളും അതിനോട് അനുബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളും കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ അതിന് വേണ്ടതായിട്ടുള്ള നടപടികൾ തീർച്ചും ചെറിയൊരു നടപടിയല്ല, വലിയ ഒരു പ്രയത്നം ഇതിൻ്റെ പുറകിൽ വേണ്ടതായിട്ട് വരും.
ഞാൻ 9x9 സ്ക്വയർ മീറ്ററിൽ ഒരു ഡാറ്റ കൊടുക്കുന്നത് പോലെ ആയിരിക്കില്ല 1x1 കൊടുക്കാൻ. അത്രയും പഠനങ്ങളുടെ ആവശ്യമായിട്ട് വരും, സമയം വേണ്ടതായിട്ട് വരും. പക്ഷെ കേരളം പോലുള്ളൊരു ഒരു നമ്മളൊരു നോളേജ് സ്റ്റേറ്റ് ആയിട്ട് കരുതുന്നൊരു സ്ഥലത്ത് അത് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു പഠനമായിട്ട് ബന്ധപ്പെട്ട് PhD ആയിട്ട് ബന്ധപ്പെട്ട് ഇതേ രീതിയിൽ ഞാൻ കണ്ണൂർ, കാസർഗോഡ് ഭാഗത്ത് കരിവള്ളൂർ പരളം പഞ്ചായത്ത് ഒരു മോഡലായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ 1x1 സ്ക്വയർ കിലോമീറ്റർ എടുത്ത് ആ വാർഡിനെ ഒരു യൂണിറ്റാക്കി കരുതി, മാനേജ്മെൻറ്റ് യൂണിറ്റായിട്ട് കരുതിയിട്ട് ആണ് എൻ്റെ PhD പഠനം ചെയ്തിട്ടുള്ളത്. ആ കരിവള്ളൂർ പരളം പഞ്ചായത്തിൽ 2 വാർഡുകളാണ് നമുക്ക് സോൺ 1 ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ വേണ്ടതായിട്ടുള്ള മേഖലകളാക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട്. തീർത്തും സംരക്ഷിക്കപ്പെടേണ്ടതായിട്ട് ഇത് അങ്ങനെ ഒരു റിപ്പോർട്ട് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തിന് അറിയുന്നവർ ഒരാൾ പോലും അങ്ങനെയല്ല, അത് ആ മേഖലയല്ല എന്ന് പറയില്ല. അത്തരം രീതിയിലേക്ക് ജനങ്ങളെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങളുടെ ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള ബോധത്തെയും കൂടി പരിഗണിച്ചുകൊണ്ട് ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട്. കേരളത്തിന് അത് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കഴിയും എന്നല്ല, നമ്മളത് ചെയ്യേണ്ടതായിട്ട് വരും. പുതിയൊരു സാഹചര്യം അനുസരിച്ചിട്ട് ചെയ്യേണ്ടതായിട്ട് വരും.